ഷാഫിയും ശ്രീനാദേവി കുഞ്ഞമ്മയും ആ പണി ചെയ്യുമോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് മിഷൻ 250യുടെ 125 ദിനം. ഇനിയും വെറും 125 ദിവസങ്ങൾ മാത്രം. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ആ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരനെ ഉറവിടത്തിൽ തന്നെ തീർക്കുക, പറവൂരിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ ഇപ്രകാരം ഒരു ക്യാമ്പയിൻ ജനങ്ങളുടെ ആവശ്യപ്രകാരം ആരംഭിച്ചത്. ഇനി ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ 125 ദിവസങ്ങൾ മാത്രം. നമുക്കറിയാം, എൻ്റെ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നും പറഞ്ഞു നിന്ന വി ഡി സതീശൻ കാര്യങ്ങൾ പാളി എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ പിന്നേക്ക് പോയി കിങ്ങിണിക്കുട്ടനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയും മുന്നിൽ നിർത്തി ആരോപണങ്ങൾ ഉന്നയിച്ച് ആ വിഷയം കത്തിച്ചു നിർത്തുവാൻ ശ്രമിച്ചു. അതിൻ്റെ പ്രത്യാഘാതം നമ്മൾ കണ്ടു. ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് നാം കണ്ടു. തിരുവനന്തപുരത്ത് ഈ കിങ്ങിണിക്കുട്ടൻ നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ദയനീയമായ പരാജയം. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും, ഇവൻ കൊല്ലത്തുവരെ, ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായ കൊല്ലത്തുവരെ UDF ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയപ്പോൾ തിരുവനന്തപുരത്ത് ദയനീയ പരാജയമുണ്ടാക്കി BJPക്ക് അവസരം കൊടുത്തു. ഈ മുരളീധരൻ എവിടൊക്കെ നിൽക്കുന്നോ ഇയാൾ BJPയുടെ ഒരു ചാരനാണ് എന്ന് പറയുന്നത് തികച്ചും നമുക്ക് സംശയിക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്രകാരം ഈ രണ്ട് ആളുകളെ മുന്നിൽ നിർത്തി വി ഡി സതീശൻ ഈ വിഷയം ലൈവാക്കി നിർത്തി. ഇപ്പോൾ കോടതിയിൽ ഈ വിഷയം നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ അടുത്ത നീക്കം എന്ന് പറയുന്നത് രാഹുലിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ എന്ന് പറയപ്പെടുന്ന ഷാഫി പറമ്പിലിനെയും അതല്ലെങ്കിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെയോ പാലക്കാട്ട് ഇറക്കി മത്സരിപ്പിക്കുക എന്നൊരു ലക്ഷ്യവുമായാണ് കേക്കച്ചൻ ഇപ്പോൾ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കെ ബാബുവിൻ്റെ അടക്കമുള്ള പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ വി ഡി സതീശൻ അണിയറയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിലിനെ കൊണ്ട് തന്നെ രാഹുലിൻ്റെ കഴുത്തറക്കുക എന്നതാണ്. അതിനായി ഷാഫി പറമ്പിലിന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കും. എന്നിട്ട് പറയും, ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പാലക്കാട് പിടിക്കണമെങ്കിൽ ഷാഫി തന്നെ ഇറങ്ങണമെന്ന്. ഷാഫി ആ നാറിയ പണി ചെയ്യുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഷാഫിയുടെ ചെയ്തികൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സകല സാധ്യതയും കാണുന്നുണ്ട്. സ്വാർത്ഥനായ ഷാഫി രാഹുലിനെതിരെ ശക്തമായി രാഹുലിന് വേണ്ടി ശബ്ദിക്കുവാൻ പല അവസരങ്ങളുണ്ടായിട്ടും അവിടെയെല്ലാം നിശബ്ദത പാലിച്ചു രാഹുലിനെതിരെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്രയും സ്വാർത്ഥനായ ഷാഫി പറമ്പിൽ രാഹുലിൻ്റെ കഴുത്തറക്കുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടുന്നത്. അതുപോലെ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയെയും രാഹുലിന് വേണ്ടി സംസാരിച്ച ആ ശ്രീനാദേവിയെ തന്നെ രാഹുലിൻ്റെ കഴുത്തറപ്പിക്കുവാനുള്ള ഒരു ശ്രമവും കേക്കച്ചൻ അണിയറയിൽ നടത്തുന്നുണ്ട്. ശ്രീനാദേവി ആ ടാസ്ക് ഏറ്റെടുക്കുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്നത്. പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾ ഇതുപോലെ നിശബ്ദനായിരിക്കേണ്ടുന്ന സമയമല്ല ഇത്. നിങ്ങൾ ശക്തനായി മുന്നിട്ടിറങ്ങേണ്ടുന്ന സമയമാണ് വരും ദിവസങ്ങൾ. ഒരു പൊളിറ്റിക്കൽ റിഫോർമേഷൻ ഈ നാടിന് ആവശ്യമാണ്. ഇതുപോലെയുള്ള അവസരങ്ങൾ ദൈവമായിട്ടുണ്ടാക്കി തന്നതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈ കേക്കച്ചൻ ഒരു നിമിത്തമായി എന്ന് വേണം നിങ്ങൾ കരുതുവാൻ. ഇപ്രകാരം ഒരു അവസരം കിട്ടുമ്പോൾ അത് വിനിയോഗിക്കുക. നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ മറ്റൊരു ഘടകമുണ്ടാക്കുകയോ സ്വതന്ത്രരായി മത്സരിക്കുകയോ ചെയ്താൽ ഈ നാട്ടിലുള്ള ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ദിവസം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജനങ്ങളെ നിരാശരാക്കിയാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇന്ന് ഈ രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 250യുടെ 125 ദിനം ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലഭിച്ച ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണുക. ഞാൻ
തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്. ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. എന്റെ പേര് അൻസിലെന്നുണ്ട് കേട്ടോ. ഈ കേക്കറ്റന് ഈ താരകേശന്റെ ഭാര്യ മുമ്പ് ഒരു പെണ്ണുങ്ങള് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒരു പരാതി ഫോർവേഡ് ചെയ്യാൻ അവര് ചെയ്യില്ലേ പോലീസിന്? ഇവരുടെ എല്ലാം കൂടെ തീർന്നല്ലേ? അവരാ സ്ഥലത്ത് നിന്നേ പോയി ഈ കേക്കച്ചനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ അവരിപ്പോ എവിടാന്ന്. ഇവന് കക്കാനും നിൽക്കാനും അറിയാവുന്നവനാണ്. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ ഇവന്റെ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഈ കള്ളന്റെ പേരിന് ആ പെണ്ണുമ്പുള്ള, പക്ഷെ ഇവ എവിടെയെങ്കിലും കൊണ്ടുകൊടുത്ത് പൈസയൊക്കെ കൊടുത്ത് ഒതുക്കി കാണുമോ? അല്ല, അവന്റെ സ്വഭാവം അറിയാമല്ലോ. ഇതുപോലൊരു നികൃഷ്ടം ഇല്ലല്ലോ. അന്നേരം അവൻ അതിന്റേതായ മട്ടത്തിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, യമൻ വിചാരിക്കുന്ന യമൻ ഇപ്പൊ മുഖ്യമന്ത്രി ആവും, ഇപ്പൊ അധികാരത്തിൽ വരുമെന്നും പറഞ്ഞിരിക്കുന്നത്. അവനെ കണ്ടാൽ ഇപ്പം നമ്മുടെ റിയാക്ട് ഫോർ റൈറ്റിലൂടെ ലോകമെമ്പാടുമുള്ള അമ്മമാര് വിളിച്ച് ഇവന്റെ മുഖം കണ്ടാൽ ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇവനെ ആ പ്രചരണ പരിസരത്ത് പോലും ഇവനെ അടുപ്പിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച് പുതിയ സമിതി അവരെടുത്തല്ലോ. അത് നല്ലൊരു തീരുമാനമല്ലേ അത്, കേക്കച്ചനെ മാറ്റി നിർത്തുന്നത്? രാഹുലിന് കൊടുക്കില്ല പാലക്കാട് അല്ലേ? രാഹുൽ അമ്മമാര് കൊടുത്തില്ലേ? രാഹുലോട് അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കണം. മത്സരിക്കണമെന്നാണ് ഞാൻ പറയണത്. രാഹുൽ അവിടെ നല്ലവനായ ഉണ്ണി കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവൻ രാഹുൽ മനസ്സിലാക്കണം, യുവമാര് അവനെ പണിയാനുള്ള ശ്രമമാണ്. അവനെ അങ്ങനെ മാറ്റി നിർത്തി ജയിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാം ഇത് കൊടുക്കാം തിരിച്ചെടുക്കാം എന്നൊക്കെ പറയുന്നത് അവനെ തീർക്കാനുള്ളതാണ്. ഇത്രയും ഇവനെ ശോഭകേട് കൊല്ലാക്കൊല്ലം ചെയ്തവന്മാർ ആ പണി ചെയ്യുവോ? ചുമ്മാ അത് അവനെ എന്നേക്കുമായിട്ട് ഒതുക്കി അവന് കളയാനായിട്ടുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ അവൻ പിന്നീട് അവിടെ മത്സരിക്കുക തന്നെ വേണം രാഹുൽ. അതെ, അത് മനസ്സിലാക്കാനുള്ള ബോധം രാഹുലിനുണ്ടെന്ന് നമ്മൾ കരുതുന്നു. അത് മനസ്സിലാക്കിയ ആളെ ചെയ്താൽ അയക്കൊള്ളാം. അയാൾക്ക് വേണ്ടി ഈ ഇത്രയും ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് നിങ്ങളൊരാള് ആദ്യം തൊട്ട് ആ മിഷൻ എന്ന് പറഞ്ഞു തുടങ്ങി. ഞാൻ മിക്കവാറും ഉള്ള നിങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിനോട് എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്നിരുന്നാലും ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ മിക്കവാറും ഉള്ളതൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇത്രയും ധൈര്യമായിട്ട് ഈ കേക്കത്തിനെ കുറിച്ച് ഇതേ കണക്ക് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ധൈര്യമില്ല. നിങ്ങൾക്ക് വല്ല ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നോ? അതേ ഉള്ളൂ, ഭീഷണി കള്ളക്കേസുകൾ എല്ലാം ഉണ്ട്. ഭീഷണി കേസെടുപ്പിക്കുന്നതിലൊക്കെ ഇവര് നമ്മളെ പാർട്ടിക്കാരും ഒക്കെ ഇവര് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടല്ലോ. അത് നമ്മളെ പാർട്ടിക്കാരും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പാർട്ടിയുടെ ഐശ്വര്യമാണല്ലോ ഇവൻ. ഇവൻ ഉള്ളിടത്തോളം നിങ്ങൾ ഒന്നും പേടിക്കണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. അതല്ല, ഇവ അവിടെയും കൂടെ തോക്കണം, ഇവ പരവൂരും കൂടെ തോക്കണം. കള്ള പറവൂരും കൂടെ തോക്കണം, അപ്പോഴേ മനസ്സിലാക്കുള്ളൂ. സാറേ, രാഹുൽ മാങ്കൂട്ടം മത്സരിക്കത്തില്ലേ സാറേ ഈ നിയമസഭയ്ക്ക്? അത് രാഹുലല്ലേ പറയേണ്ടത്? അത് ഈ മണ്ണുണ്ണി ചെറുക്ക ഇതെന്തൊരു മന്ദബുദ്ധിയ കണക്ക് നടക്കണം. അവനിക്ക് ഇത് പിന്നെ മത്സരിച്ചൂടെ? സ്വതന്ത്രനായിട്ടായാലും മത്സരിച്ചൂടെ? അതെന്തൊരു കാര്യം? ആ ചെറുക്ക എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഇവന്മാരെ പേടിച്ച് ഇവന്മാരെ ഇത്ര താന്നു നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. കോൺഗ്രസ് അവനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്വതന്ത്രനായിട്ട് അന്തസ്സായിട്ട് മത്സരിക്കാൻ ഇറങ്ങണം. നാട്ടിലുള്ളവര് ജയിപ്പിക്കാന്നല്ലേ പറയുന്ന. പിന്നെ എന്തുകൊണ്ട് ഈ ചെറുക്ക ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ കയറിയിരിക്കുന്നത്? അവന്റെ ഭാവി നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. എന്തോന്ന് കഷ്ടം ഇത്! ഒരുക്ക മത്സരിക്കുമെന്ന് പറയും, ഒരുക്ക മത്സരിക്കുന്നില്ല എന്ന് പറയും. ഇതൊരു കഷ്ടം തന്നെയാണ്. ഇപ്പൊ അടുത്ത് പിടിച്ചിട്ടുണ്ട്, ഷാഫിയെ പിടിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി. ഷാഫിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ജീവിതം ഇനി എന്തായി മാറുന്നെന്ന് ഒടയമ്പരാനല്ലാതെ ആർക്കും അറിയത്തില്ല. ഈ കേക്കനക്കിയുടെ യാത്ര കാണുമ്പോ എന്തോ ഇവൻ കേരളത്തെ രക്ഷിക്കാനാന്നും പറഞ്ഞ് തീറ്റയാത്ര നടത്തുന്നത് കണ്ടോ? എല്ലാം കണ്ടു സാറേ. ഈ സാറിന്റെ ചാനൽ കാണാത്ത ഒരു ദിവസവും ഇല്ല. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ന്യൂസ് അല്ലാതെ വേറെ ഒന്നും ഞാൻ കാണത്തില്ല. ഞാൻ ന്യൂസും ഇങ്ങനെയുള്ള ഇതെല്ലാം ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. ആൺകുട്ടത്തിന്റെ അടുത്ത് അത്രയും ഇഷ്ടവും സ്നേഹവും ഉള്ളതുകൊണ്ട്. ഞാൻ ആ പാലക്കാട് ജില്ലക്കാരി അല്ല, ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ്. അപ്പം പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സിനകത്തൊരു വിഷമവും ഇല്ല. അവൻ ഒരു ചെറുപ്പക്കാരനില്ലേ, അവൻ ഇത്രയും ഇഷ്ടമായിട്ട് അവൻ എല്ലാ കേസിൽ നിന്നും അവൻ ജാമ്യം കിട്ടി നിൽക്കുമ്പോൾ അവൻ ഒരു കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പെണ്ണുങ്ങളെ കുറ്റം ചെയ്തിട്ടാണല്ലോ ആണുങ്ങൾ അതിൽ വീണത്. അവത്തുങ്ങളെ ചതിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ റാമകൾ ഉണ്ടല്ലോ കളി കാണാൻ. ഇതിലൊക്കെ കെട്ടണ ലക്ഷങ്ങളും കോടികളൊക്കെ പിന്നെ ഉണ്ടെങ്കിലല്ലേ അവർക്കൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ ചെറുക്കന്റെ ജീവിതം നോക്കണം. മാങ്കൂട്ടത്തിന് അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് കരയാത്ത ദിവസവും പ്രാർത്ഥിക്കാത്ത ദിവസവും ഇല്ല അവനിക്ക് വേണ്ടിയിട്ട്. അപ്പം പിന്നെ അവൻ ഇതൊക്കെ കണ്ടു കേട്ട് അവൻ സ്വതന്ത്രനായിട്ട് ധൈര്യത്തോടെ മത്സരിക്കണം. വന്നേനൊത്ത് അവൻ കോൺഗ്രസിൽ നിന്ന് തള്ളിക്കളഞ്ഞ അവൻ പിന്നെ കോൺഗ്രസ് എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചു വെച്ചോണ്ടിരിക്കേണ്ട ഒരു കാര്യവുമില്ല. അവൻ അവിടെ ഒരു UDF വന്നാൽ അവരെ തോപ്പിക്കാൻ വേണ്ടി അവൻ മത്സരിക്കുക തന്നെ ചെയ്യണം. ഇന്ന് ഇത്ര കേട്ട് മടുത്ത്. ഇപ്പോഴും ഇത്രയൊക്കെ ആയിട്ടും അവരതിൽ നിന്ന് എടുക്കാത്തതെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കഷ്ടമാണ്.
കോൺഗ്രസിൽ തിരിച്ചെടുക്കാത്തത്. അത് എന്തോരം അനീതികേടാണ് കാണിക്കണത്. എവരെക്കാളും കുറ്റം ചെയ്തിട്ടുള്ള അത്രയോ അനേകം ജനങ്ങളുണ്ട്. എന്നിട്ട് ഇത്രയും വൈരാഗ്യം അവന്റെ അടുത്ത് മാത്രം കാണിക്കണത് എന്തിനാണ്? അത് ധീരതയോടെ നെഞ്ചും പെരുത്ത് സംസാരിക്കുന്നത് കൊണ്ടാണ്. ഏതൊരു വ്യക്തിയുണ്ട് അവിടെ, ഏതെങ്കിലും ഒരു നേതാവ് ഷാബിയെ പോലെയും ഈ മാങ്കൂട്ടത്തിനെ പോലെയും നെഞ്ചു വിരുത്ത് സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് അതിനകത്തുണ്ടാ? ഇല്ല. അപ്പൊ അത് രണ്ടെണ്ണത്തിനെയും തകർക്കുമ്പോ ഈ പറയുന്ന മറ്റുള്ള ചില ആളെയൊക്കെ ഭയങ്കര ഇതായിട്ട് കിട്ടും. ഒരു സരനെന്ന് പറയുന്ന അവൻ ഇങ്ങ് കിളിച്ചും കൊണ്ടങ്ങ് നിക്കുകയാണ്, പല്ലും കിളിച്ച്. അവനാണ് ഇതിന്റെ ഒക്കെ നാരദൻ. അവൻ പറഞ്ഞല്ലോ വൻമരം വീണു, അടുത്ത് ഇനി ഒരു മരം കൂടെ ഉണ്ടെന്ന് അവൻ പറഞ്ഞിട്ടില്ലേ? അത് വീഴ്ത്താൻ വേണ്ടി തന്നെ അവൻ ഇപ്പം വീണ്ടും ഷാഫിയെ അഭിപ്രായത്തിലെ പറഞ്ഞിരിക്കുന്ന. നോക്കിക്കോളിയത് ഈ വരുന്ന നിയമസഭയിൽ എന്തെങ്കിലും ഏടാകൂടം ഷാഫിയുടെ പേരിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോട്ടവര്. അത് എത്ര പറഞ്ഞാലും ഈ കോൺഗ്രസ്സുകാരുടെ ആ സ്വഭാവത്തിന്റെ രീതി കൊണ്ട് തന്നെയാണ് ഇവർ അതം പതിച്ചോണ്ട് പോണത്. ഞാനൊരു പക്കാ കോൺഗ്രസ്സുകാരിയാണ്. ആ പയ്യന് നല്ലൊരു ഈ രാഷ്ട്രീയത്തിൽ ഏറ്റവും ടോപ്പ് പയ്യനാണ്. അതിനെ മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണ് ഈ ചതിയത്. ഇനിയെങ്കിലും അവിടുത്തെ ജനങ്ങൾ ഉണർന്ന്, ഇനി സമയമുണ്ട് അവർക്ക് എല്ലാവർക്കും ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട്, ചിന്തിക്കാനായിട്ട്. ജനങ്ങൾക്ക് പറവൂര് ഇതെല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ ആ പയ്യനാണ്, രാഹുൽ മാങ്കൂട്ടമാണ് നിയമസഭയെ ഒന്നാമതായിട്ടിരിക്കാനുള്ള പവറും യോഗ്യതയുള്ളത്. ഇവര് പാവമില്ലാത്തൊരു കല്ലെറിയട്ടെ പയ്യനെ. പാവമില്ലാത്ത ആരാണ് സാറേ തെറ്റ് ചെയ്യാത്തവര്? എനിക്ക് കേട്ടിട്ട് അങ്ങ് സങ്കടം വരും. എന്താ വെച്ചാൽ ആ അമ്മയും സഹോദരിയും സങ്കടപ്പെടുന്നു, കരയുന്നു, നിലവിളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ എനിക്കും അതുപോലെ തന്നെ ഞാൻ ഓരോ ന്യൂസ് കാണുമ്പോൾ സാറിന്റെ ന്യൂസ് കാണാത്ത ദിവസമില്ല. അതുപോലെ ആ പയ്യനെ എങ്ങനെയെങ്കിലും ഉണർത്തിക്കൊണ്ട് വരാനായിട്ട് എല്ലാ ജനങ്ങളും അത് നല്ല ഉയരോടെ ദിവസം കയറി വരുന്ന പയ്യനാണ്. ജനങ്ങൾക്ക് ആവശ്യമുള്ളൊരു പയ്യനാണ് രാഹുൽ മാങ്കൂട്ടം. സാറേ എങ്ങനെയെങ്കിലും സാറിന് ചെയ്യാവുന്ന മാക്സിമം സാർ ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സാറേ എല്ലാ പാർട്ടിക്കാരും രാഹുലിന് സപ്പോർട്ടാണ് പറയുന്നത്. സപ്പോർട്ട് അവർ ഇനിയെങ്കിലും അതിനെ നിയമസഭയെ കൊണ്ടിരുത്തണം. ആ സതീശൻ ഇതിന്റെ നാമം മിണ്ടുന്നില്ലല്ലോ. വേറൊരുത്തി അവിടെ കണ്ടുകൊണ്ട് അഴിഞ്ഞാടുന്ന അറുമാദിക്കുന്നു, അവളെ പുറത്താക്കുന്നുമില്ല, ഒന്നുമില്ല. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഭരണപക്ഷത്ത് മുഖ്യനായിട്ട് വന്നാൽ എന്ത് ചെയ്യാനായിട്ട്? ഒന്നും ചെയ്യല അയാളെല്ലാം കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ഇതുതല മോരി. ഞങ്ങൾ വിളിക്കുന്നത് പൊൻകുന്നത്തു നിന്നാണ്. ദീപ എന്നാണ്, ദീപ. അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയത്. കാരണം ഞങ്ങൾ സത്യം പറഞ്ഞാൽ BJP ആയിട്ട് ബന്ധപ്പെട്ട ഫാമിലി, എങ്കിലും ഞങ്ങൾക്ക് ഈ പയ്യൻ ഇങ്ങനെ വന്നതിൽ ഭയങ്കര വിഷമായിരുന്നു. ഇപ്പോഴും അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളന്ന് ഇതുവരെ ഒരു കഷ്ടമായി പോയി. ഉമ്മാരെല്ലാം കൂടെ അതിനെ ചതിച്ചല്ലോ എന്ന് ഓർക്കുമ്പോ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അയ്യോ, ഉറപ്പായിട്ടും പങ്കെടുക്കണം. ഉറപ്പായിട്ടും 2 or 3 മണ്ഡലത്തിൽ മത്സരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ വീട്ടമ്മമാരൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? കോൺഗ്രസിലെ ആരാണ് ഈ രാഹുലിനെ ഇതുപോലെ ചതിച്ചതെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ജനങ്ങളെ? അതിന്റെ നേതാക്കന്മാരൊക്കെ തന്നെയാ സാറേ. പ്രധാനമായിട്ടും ആരാ? പ്രധാനമായിട്ടും അതിന്റെ അറിയാമല്ലോ, നമുക്കറിയാമല്ലോ ആരൊക്കെയാന്ന്. എന്നാലും ഇവന് ആ സമയത്ത് ഇവനെ സപ്പോർട്ട് ചെയ്യാതെ ഇവരെ ഏറുകൊള്ളാൻ വിട്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക്. അങ്ങനെയുള്ളവന്മാർ നേതാവാണോ? അത് സ്വന്തം കൂടെ നിൽക്കുന്നവനെ ഞാൻ പറയുന്ന ഈ രാഹുൽ എന്തിനാ ഇവരുടെ പുറം നടക്കുന്നത്? ഇവന് ഇത്രയും കഴിവുള്ള പയ്യൻ, ഇവൻ തന്നെ ഒരു പാർട്ടി അങ്ങ് തുടങ്ങട്ടെ, ലക്ഷങ്ങളും ഇവന്റെ കൂടെ കാണും. ഇപ്പൊ നിങ്ങളെപ്പോലുള്ള ജനങ്ങൾ വില കൽപ്പിക്കുന്നത് ഈ VD സതീശനാണോ അതോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനാണോ? ആസ് എ ലീഡർ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം രാഹുലാണോ VD സതീശനാണോ? രാഹുൽ തന്നെ. സതീശൻ ഒരു 10-25 വർഷം സാമാജികനായിട്ടൊക്കെ ഇരുന്ന വളരെ മുതിർന്ന നേതാവല്ലേ? അതൊക്കെ അതെ. ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് നാടിന് നല്ലത് വരേണ്ടുന്നത്? ഇന്ന് കോൺഗ്രസിൽ രാഹുലിന്റെ കഴിവ് രാഹുലിന് മാത്രമേ ഉള്ളൂ. രാഹുലിന് അപ്പുറത്തേക്ക് കഴിവുള്ള ഒരാൾ പോലും അതിലില്ല. തിരിച്ചു വരുമല്ലേ സാർ? ഉറപ്പല്ലേ? തിരിച്ചു വരിക എന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം. രാഹുലിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് മുന്നോട്ട് വരാൻ. ഉണ്ടെന്നുണ്ടെങ്കിൽ രാഹുലിന് ഭാവി ഉണ്ടാവും, ഇല്ലെങ്കിൽ രാഹുലിന്റെ അധോഗതിയായി ഇതോടുകൂടി. രാഹുലിന് പകരം വെക്കാൻ ആരാ ഉള്ളത് കോൺഗ്രസില്? സ്ഥാന ചർച്ചയിലൊക്കെ ഇത്രയും ഇതായിട്ട് ഒരു പാർട്ടിയിലും ഇല്ലെന്നുള്ളതാ. 3 പാർട്ടി, ഞങ്ങൾ BJP ആയിട്ട് ബന്ധപ്പെട്ട ഫാമിലി ആണെങ്കിൽ പോലും ഈ പയ്യന്റെ കഴിവ് ഈ 3 പാർട്ടിയിൽ ഒരു നേതാക്കൾക്കും ഇല്ല. അതുകൊണ്ടാണ് ഇവന്മാര് 3 പേരും സംഘം ചേർന്ന് ഇവനെ തീർക്കാൻ നോക്കിയത്. ബാക്കി പാർട്ടീസൊക്കെ സൈലന്റ് ആയി. പിന്നെ ഈ കോൺഗ്രസ് തന്നെ അവന് സീറ്റ് കൊടുക്കത്തില്ല, ഇതാണ് എന്തിനെങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ. പക്ഷെ ഞങ്ങൾക്കന്ന് അവനെ അറസ്റ്റ് ചെയ്തൊരു കല്യാണമുള്ള ദിവസമായിരുന്നു. എൻ്റെ ദൈവമേ, ഞങ്ങൾക്കന്ന് പോയിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയില്ലായിരുന്നു ആ ദിവസം. എല്ലാവർക്കും സാറിങ്ങനെ സപ്പോർട്ട് ചെയ്ത് ന്യൂസ് കണ്ടപ്പോൾ ഞങ്ങൾ വിളിച്ച് സപ്പോർട്ട് ചെയ്യുക. കാരണം നമുക്കൊരു വിഷമം ഒന്ന് പറഞ്ഞറിയിക്കാൻ ഒരു വേദി ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ. ഇപ്പോഴാണെങ്കിൽ ഇന്ന് ആ അതിജീവിതം ഒന്ന് മൊഴി കൊടുത്തു. എന്തിനാണ് സാറേ 24 മണിക്കൂറിനല്ലേ മൊഴി കൊടുക്കും? ഈ മൊഴി കൊടുത്തത് എംബസി വഴി ഒന്നും മൊഴി കൊടുത്തത് ഈ പെണ്ണാന്നെന്താ ഉറപ്പ്? എന്ത് മൊഴി കൊടുത്താലും അവസാനം കോടതിക്ക് ബോധ്യപ്പെട്ടെ.
കോടതി ബോധ്യപ്പെട്ട് കോടതിയാണ് ജഡ്ജ്മെന്റും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവളുമാർക്ക് എന്തിനാ ഈ വരുന്നത്? ഇവളുമാരുടെ കാരണം ഒറിജിനലി പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും ഇതാണ് നഷ്ടപ്പെടുന്നത്. ഇനി എന്ത് വന്നാലും കള്ളക്കേസാന്നേ മനുഷ്യൻ പറയത്തുള്ളൂ. സാർ എങ്ങനെയെങ്കിലും രാഹുലിനെ ഞങ്ങളൊക്കെ ശരിക്കും BJP ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫാമിലിയാണ് എല്ലാവരും. പക്ഷെ ഞങ്ങൾക്ക് ഈ പയ്യന്റെ കാര്യത്തിൽ ഭയങ്കര ഞങ്ങളുടെ ഇവിടെ എങ്ങാനും വന്നത് ഞങ്ങൾ ഉറപ്പായിട്ട് എനിക്ക് വോട്ട് ചെയ്യും. ഞാൻ പത്തനംതിട്ട മലയാളപ്പുഴ മയിലാടുംപാറയിൽ വിളിക്കുകയായിരുന്നേ. ഇന്ന് എന്റെ പേര് രഘു എന്നാ, മയിലാടുംപാറ രഘു എന്നാ. സാറിന്റെ വാർത്ത കേട്ടായിരുന്നു, പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഇത് അയച്ചു കൊടുക്കുമെന്നുള്ളത്. അപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സാറേ, ഞാൻ എന്റെ 14ാമത്തെ വയസ്സ് മുതല് കോൺഗ്രസ്സുകാരനാ. ഞാൻ ആയ സമയം മുതൽ ഞങ്ങൾ 13 മക്കളാ. എന്റെ അച്ഛന് 13 മക്കളും ആ കുടുംബവും മൊത്തം ഈ രാഹുലിന് വേണ്ടി പ്രവർത്തിക്കാനെ കൊണ്ടും ഉള്ള കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. സ്വതന്ത്രനായിട്ട് നിന്നാൽ മതി ഈ രാഹുൽ മാങ്കൂട്ടം. ഞങ്ങൾ 136 മക്കളുണ്ട്, കൊച്ചുമക്കള്. ഞങ്ങളുടെ വീട്ടിലെ മൊത്തം കോൺഗ്രസ്സുകാരാ. 136 കൊച്ചുമക്കളും ഉണ്ട്, മൊത്തം കോൺഗ്രസ്സുകാര്. അത് കെ മുരളീധരനും അറിയാം. ഒറ്റ കാര്യം പറഞ്ഞു, ഞങ്ങള് 136 കൊച്ചുമക്കളുണ്ട് എന്ന് വെച്ചാൽ എന്നെ പോലുള്ളവര്. ആ മക്കളും എല്ലാം എന്ന് വെച്ചാൽ എനിക്കിപ്പോ ആണെന്നുണ്ടെങ്കിൽ 64ാമത്തെ വയസ്സാ. ഞങ്ങളെല്ലാം വയനാട്ടിൽ നിന്ന് സാറേ രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കണം. അതിന് ജനങ്ങള് എല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ചെയ്യണം. സിറ്റിംഗ് സീറ്റില് ബാക്കി എല്ലാരെയും മത്സരിപ്പിക്കും, രാഹുലിനെ മാത്രം മത്സരിപ്പിക്കത്തില്ല എന്ന നിലപാടിലാണ് ഇവന്മാര് പോകുന്നത്. അപ്പൊ അത് ചെയ്യത്. രാഹുൽ നല്ലൊരു മോനാണ്, എനിക്കും ഉണ്ട് അതുപോലൊക്കെ ഉള്ള മക്കള്. അപ്പോ കഴിവും പ്രാപ്തിയുള്ള ഒരു മകനാണ്. അവന് ജനങ്ങളെല്ലാം കൂടെ, പാലക്കാട് ജനങ്ങളെല്ലാരും കൂടെ ഒന്നിച്ചു നിന്നിട്ട് അവനെ ജയിപ്പിക്കണം. കൂടുതൽ പറഞ്ഞിട്ട് കാര്യമല്ല, അത് ബാക്കി സാറ് പറയുന്നത് ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു അഡിക്റ്റ് ആയി കിടക്കുക.